പാലക്കാട് ശബരിമല തീർത്ഥാടകരുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. പല പ്രേക്ഷകരും നമ്മളോട് പറഞ്ഞ വാർത്തയാണ്. ബസ് അപകടത്തിൽപ്പെട്ടു, 15ഓളം പേർക്ക് പരിക്കേറ്റവരെ ആലത്തൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ അപകടത്തിൽ വലിയ പ്രശ്നങ്ങൾ ആർക്കും സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിഖിലുണ്ടല്ലേ, നിഖിലിനോട് ചോദിക്കും. നിഖിൽ പരമേഷ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 12 മണിക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഈ അപകടത്തിൽപ്പെട്ട ഈ ബസ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അപകടമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു ആ രീതിയിൽ വാർത്ത വന്നപ്പോൾ തന്നെ. പക്ഷേ ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല എന്നത് ആശ്വാസമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇന്നലെ അവിടെ? പ്രിജൻ കൃഷ്ണ, ഗുഡ് മോർണിംഗ്. തമിഴ്നാട്ടിലെ തിരുത്താണിയിൽ നിന്ന് ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടി വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ഡിവൈഡറിൽ ഇടിച്ച് ഈ ബസ് കീഴ്മേൽ മറിയുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്ന കാര്യം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 25 പേരാണ് ആകെ ഈ ബസ്സിൽ ഉണ്ടായിരുന്നത്. അതിൽ 15 പേർക്ക് അപകടത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അപകടമുണ്ടായ ഉടനെ തന്നെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വളരെ വേഗത്തിൽ ഈ പരിക്കേറ്റ ആളുകൾ ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും ഒക്കെ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ആർക്കും അങ്ങനെ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റിയിരുന്നില്ല. ഈ റോഡിന്റെ വലതുഭാഗത്ത് ഡിവൈഡറിൽ തട്ടിയാണ് ഈ അപകടമുണ്ടായത്. പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നുള്ളതാണ്. എന്തായാലും ആർക്കും കാര്യമായി പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം.